പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ജോലിയില്ലാത്തവര്, ഉള്ള ജോലി നഷ്ടപ്പെടുമെന്ന് ആശങ്കയുള്ളവര്, ഉള്ള ശമ്പളം കൊണ്ട് കുടുംബം പോറ്റാൻ പറ്റാതെ വന്നിട്ട് വിഷമിക്കുന്നവർ, ഉള്ള വരുമാന മാർഗങ്ങൾ, കടകമ്പോളങ്ങൾ, അതുപോലെ ഏജൻസികൾ, കമ്മീഷൻസ് കച്ചവടങ്ങൾ, അതെല്ലാം ഇങ്ങനെ ദ്രവിച്ചു തീർന്നുകൊണ്ടിരിക്കുന്നവർ, ജോലി നഷ്ടപ്പെടുന്ന വക്കിലെത്തിയിരിക്കുന്നവർ, വിസ പ്രോസസ്സിങ്ങിലിരിക്കുന്നവർ, പ്രോസസ്സിലാകാത്തോളം കാലം അവർ ഏജൻറ്റിന് കൊടുത്ത കാശ് നഷ്ടപ്പെടുമെന്നാകുന്നവർ, അങ്ങനെ ഓരോ തരത്തിലും വേദന അനുഭവിക്കുന്നവരെ 1 Corinthians 1:4 പറഞ്ഞു, ഹെൽപ്പ് ദോസ് വാട്ട് കൈൻഡ് ഓഫ് ട്രബിൾസ്. അതായത് എല്ലാ തരത്തിലും വേദന അനുഭവിക്കുന്നവരെ വചനം റിയലൈസ് ചെയ്യുന്നുണ്ട്. ഒരു തരത്തിൽ മാത്രമല്ല, എല്ലാ തരത്തിലും ഓരോരോ കാലത്ത് വരുന്ന പുതിയ പുതിയ കാര്യങ്ങളില്ലേ, ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് കുടുങ്ങിപ്പോയവരില്ലേ. ഷെയർ മാർക്കറ്റിൽ കുടുങ്ങിയവരുണ്ട്, ചിട്ടിയെടുത്ത് കുടുങ്ങിയവരുണ്ട്, പലതരത്തിൽ കുടുങ്ങിപ്പോയവർ. അത് പിന്നെ പങ്ക് കച്ചവടം ചെയ്ത് കുരുങ്ങിയവരുണ്ട്, കണ്ടവനും ജാമ്യം നിന്നതിൻ്റെ പേരിൽ കുരുങ്ങിപ്പോയവരുണ്ട്. അവരെല്ലാം ഈ സമയത്ത് ആരാധനയിൽ ഓർക്കുകയാണ്. മനഃപൂർവ്വം അവരെ കുരുക്കാൻ വേണ്ടി ജാമ്യം നിർത്തിയവരുണ്ട്. അവരെല്ലാം ഓർക്കും. ഇതെല്ലാം ഉടമ്പടിയുടെ പരിധി വരുന്ന. കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യമുണ്ടായി. ലക്ഷക്കണക്കിന് രൂപ ജാമ്യക്കാരൻ്റെ ജാമ്യം നിന്നതിൻ്റെ പേരിൽ സർവീസിൽ നിന്ന് നടപടി വന്നിട്ട് അവർ ഉടമ്പടി എടുത്തപ്പോൾ 5 പൈസ അവരും കൊടുക്കാതെ അവരുടെ പെൻഷൻ കറക്റ്റായ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ. അപ്പം ദൈവം എല്ലാത്തിലും ഇടപെടും. ഇന്ന കാര്യം ഉടമ്പടിക്ക് പുറത്തുനിന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. എല്ലാം ഉടമ്പടിക്ക് അകത്താണ്. ദൈവം എല്ലാം അകത്താക്കാൻ, മനുഷ്യൻ്റെ എല്ലാ പ്രതിസന്ധിയും പ്രശ്നങ്ങളും സിംഗിൾ യൂണിറ്റിൽ ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ ഉടമ്പടി ദൈവം സ്ഥാപിച്ചത്. അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ പക്കാ ഉടമ്പടിയായിട്ടാണ് ചെയ്യേണ്ടതെന്ന്. പകുതി ചെയ്ത് പകുതി ചെയ്യാതെ പോയി അങ്ങനെ ചെയ്യരുത്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ട സമയമാണ്. അച്ഛൻ്റെക്ക് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇപ്പോൾ അമ്മയോട് പറയണം. അമ്മേ, അച്ഛൻ ഇത് പറഞ്ഞിട്ടില്ല, എൻ്റെ കാര്യം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അച്ഛൻ പറഞ്ഞില്ലെങ്കിൽ അമ്മ ഇത് കേൾക്കണം. ആരാധന സമയത്ത് നിങ്ങൾക്ക് ഇപ്പം മൗനമായിട്ട് പറയാം. ഞാൻ എന്തെങ്കിലും കാര്യം ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഓർത്ത് പറയാം. പരീക്ഷയുടെ കാര്യമായാലും ഇതിലെല്ലാം പരീക്ഷ എഴുതിപ്പോയവരുണ്ട്, റീവാലുവേഷന് കൊടുത്തവരുണ്ട്. അവരെല്ലാം നമ്മൾ ആരാധന ഓർക്കുകയാണ്. നിങ്ങൾ സമർപ്പിക്കുന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതി. വസ്തു ലേലത്തിന് വെച്ചിരിക്കുന്നവരെ, വാടക വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നവർ, കേസിൽ അകപ്പെട്ടിരിക്കുന്നവർ, കേസ് വിചാരണയ്ക്ക് വെച്ചിരിക്കുന്നവർ, വിധി പ്രസ്താവിക്കാൻ വെച്ചിരിക്കുന്ന കേസുകൾ, അതിർത്തി തർക്കങ്ങൾ, പാക ഉടമ്പടി നടക്കാത്തവർ, യാത്രക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവർ, ഈ ആഴ്ചയിൽ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ, വിദേശത്തേക്കോ അതുപോലെ തന്നെ പാസ്പോർട്ട് ഓഫീസിലോ എംബസി ക്ലിയറൻസിനോ വിസ ഓഫീസിലോ ഇൻ്റർവ്യൂവിനൊക്കെ പോകാൻ പോകുന്നവർ, പരീക്ഷകളുടെ വ്യത്യസ്തമായ ഇൻ്റർവ്യൂവിന് പോകാൻ പോകുന്നവർ, വസ്തു രജിസ്ട്രേഷന് പോകാൻ പോകുന്നവർ, നിങ്ങൾ കല്യാണത്തിന് വേണ്ടി ഒത്തുകല്യാണത്തിന് വേണ്ടി പോകാൻ പോകുന്നവർ, കല്യാണം ഫിക്സ് ചെയ്യാൻ പോകുന്നവർ, അതെല്ലാം ഡേറ്റുകളെല്ലാം ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. എല്ലാം ഒന്നും ദൈവം അറിയാതെ ദൈവത്തോട് പറയാതെയുമല്ല. എല്ലാ കാര്യവും നിങ്ങൾ പറഞ്ഞുകൊണ്ട് ചെയ്യണം. എവരിത്തിങ്. കാര്യം എല്ലാം ഉടമ്പടി അകത്തുള്ള വിഷയങ്ങളാണ്. ഉടമ്പടി പുറത്തൊന്നുമില്ല. അച്ഛൻ സമർപ്പിക്കാൻ പോകുന്ന മക്കളെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ഞാൻ മാധ്യസ്ഥം വഹിക്കുകയായിരുന്നു. എൻ്റെ മാധ്യസ്ഥത്തെ എബ്രഹാത്തിൻ്റെ മാധ്യസ്ഥത്തോടും മോസസിൻ്റെ മാധ്യസ്ഥത്തോടും സർവോപരി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തോടും ചേർത്തുകൊണ്ട് ആരാധ്യനായ ഈശോയ്ക്ക് പൂർണ്ണമായി സമർപ്പിക്കുന്നു. കർത്താവേ, വലിയ അടയാളങ്ങൾ കാണിക്കണമേ.
അടിപ്പറ പോലെ വൈദാക്കാലം ദീർഘമായ ശക്തി വന്നിട്ട് എല്ലാ ദോഷ തടസ്സങ്ങളിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ മോചിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ആശ്വാസവും സമാധാനവും പ്രാപിക്കട്ടെ. സ്തുതിക്കട്ടെ. ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മെഴുതിരി പോലെ ഹൃദയം ഉരുകും നേരം എരിയും മെഴുതിരി പോലെ ഹൃദയം ഉരുകും നേരം അരികിൽ വരേണേ സദയം തുടേണേ സുഖമായും എൻ്റെ ഉള്ളം അരികിൽ വരേണേ സദയം തുടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. ഉടമ്പടി അപ്പോൾ എന്തുമാത്രം ഗൗരവമായിട്ട് കാണുന്നു. ഒരു ഗവൺമെൻറ്റുമായിട്ട് ഉടമ്പടി ചെയ്യുന്ന പോലെ കോൺക്രീറ്റായിട്ട് ഉടമ്പടി കാണുന്നു, അല്ല ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ള കാണുന്നത്. ഒക്കട്ടെ ഒക്കുമായിരിക്കും, ഒട്ടാൽ കൊള്ളാം, അങ്ങനെയുള്ള ഹൈപ്പോത്തറ്റിക്കലല്ല. ഇത് ഒരു കോൺക്രീറ്റ്, ഒരു പേഴ്സൺ ടു പേഴ്സൺ ബൈലാറ്ററൽ എഗ്രിമെൻ്റ് ആയിട്ട് കോൺക്രീറ്റായിട്ട് കാണുകയാണ്. എന്നിട്ട് ഇവർ പറഞ്ഞത് നമുക്ക് ആരാധന എന്ത് പറയണമെന്ന് കേൾക്കട്ടെന്ന് പറഞ്ഞ്. മനസ്സിലായില്ലേ? ഇന്നത്തെ ആരാധനയിൽ പരിശുദ്ധാത്മാവ് എന്താ പറയണത്? ആരാധനയെ അവർ കാണുന്നത് ഒരു പ്രോഗ്രാമായിട്ടല്ല, ദൈവം സംസാരിക്കുന്ന, അവരുടെ ജീവിതത്തോട് ദൈവം ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ അത് തന്നെ ഈ കൃപാസനത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താ? ബൈബിളിൽ എന്തിനാണ് കൃപാസനം സ്ഥാപിക്കണത്? കൃപാസനത്തിൽ നിന്നുകൊണ്ട് ഞാൻ എൻ്റെ ജനതയോട് സംസാരിക്കുമെന്നാണ് പറഞ്ഞത് ദൈവം. നമ്മൾ 25 വായിക്കുമ്പോൾ കൃപാസനത്തിൽ നിന്നുകൊണ്ട് ഞാൻ എൻ്റെ ജനതയോട് സംസാരിക്കുമെന്ന്. അപ്പോൾ ആ ഒരു ബോധ്യത്തിൽ ആ ധ്യാനത്തിലാണ് വെയിറ്റ് എന്ന് പറയണത്. ആ ധ്യാനത്തിൽ ഞാൻ അങ്ങനെ അറിയത്തില്ല, എനിക്കറിയത്തില്ല, എനിക്ക് കർത്താവ് തരണ അനുസരിച്ച് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. അതിൻ്റെ തന്നെ വെയിറ്റ് എന്ന് പറയണത്, വെയിറ്റ്. അപ്പോൾ ഡോക്ടറിനോട് പറയും വെയിറ്റ് എന്ന് ഈശോ പറഞ്ഞല്ലോ, അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യും. നമ്മൾക്ക് പ്രൈവറ്റ് കോളേജിൽ നമ്മൾ പോകത്തില്ല, വെയിറ്റ് ചെയ്യുമെന്ന് പറയും. അപ്പോൾ ആരാധന എടുത്ത മെസ്സേജാണത്. അതാണ് ഈ വിഷയത്തെ എന്തുമാത്രം യാഥാർത്ഥ്യമായി പേഴ്സണൽ കമ്മ്യൂണിക്കേഷനായിട്ട് ആൾക്കാർ അങ്ങനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകൻ്റെ പ്രതിഫലം, നീതിമാനെ സ്വീകരിക്കുന്നവന് നീതിമാൻ്റെ പ്രതിഫലം എന്ന വചനത്തിലില്ലേ? അതായത് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ നമ്മൾ ഇപ്പോൾ ദിവ്യകുർബാനയിൽ ഈശോ ജീവനോട് എഴുന്നള്ളിയിരിക്കുന്നു, അല്ലെങ്കിൽ തിരുവോസ്തി ഇരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ വിഷയമാണ്. പക്ഷേ ഈശോ ജീവനോട് ദിവ്യകുർബാന എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നവരാണ് ഇവിടുന്ന് ഈശോനെ കൊണ്ട് പോണത്. അല്ലാതെ തിരുവോസ്തി രൂപനാണ് ആനകൂന എന്നൊക്കെ പറഞ്ഞ് ഈ ബോധമില്ലാത്തവന്മാർ പാടത്തില്ലേ, അതൊന്നും അങ്ങനെയുള്ള പാട്ടുകാരൊന്നും കൊണ്ടുപോകത്തില്ല. അവർക്കറിയാം ദിസ് ഇസ് ജീസസ്, ദാറ്റ് ഇസ് ലോഡ് എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ അതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ എഫിക്കസി ഉണ്ടാകത്തില്ല. അപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ, അത് കർത്താവാണെന്ന് യോഹന്നാൻ പറഞ്ഞു. പക്ഷേ കർത്താവിൻ്റെ സഭയെ നോക്കി പാർക്കാനുള്ള അധികാരാവകാശങ്ങൾ കിട്ടിയത് പറഞ്ഞ ആൾക്കല്ലല്ലോ, ചെയ്ത ആൾക്കല്ലേ. അത് കേട്ട് വെള്ളത്തിലേക്ക് ചാടിയ പത്രോസിനല്ലേ. ഇതുപോലെ ഒരു വിഷയം ഇതിൻ്റെ അകത്തുണ്ട്. നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാം എന്ന് പറഞ്ഞതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് വീട്ടിലിരിക്കുകയുള്ളൂ. വീട്ടിലിരുത്തുകാരെക്കുറിച്ചും കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു അല്ലേ? ലാസറിൻ്റെ പെങ്ങൾ മറിയം വീട്ടിൽ തന്നെ ഇരുന്ന് മാർത്തായോട് ഈശോ
പുനരുദ്ധാനത്തിൻ്റെ രഹസ്യങ്ങൾ പറഞ്ഞു. അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാണ്. അതായത് ചൊല്ലണവർക്കല്ല, ചെയ്യുന്നവർക്കാണ് ഉടമ്പടിയുടെ സാകല്യം ലഭിക്കുന്നത്. ഡോക്ടറും അമ്മയും വെയിറ്റ് ചെയ്യുകയാണ്. എന്താണ് ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ? ഗവൺമെൻറ് സീറ്റിൽ വരും. അപ്പോൾ അവർക്ക് കുറച്ചുകൂടി അഫോർഡബിൾ ആകും. പണച്ചുരുക്കം, കുറച്ച് ചിലവ് കുറഞ്ഞ് അവർക്കത് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അവർ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ വെയിറ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരൊക്കെ അഡ്മിഷൻ മേടിച്ച് കയറി പോകുമ്പോഴേ വെയിറ്റ് ചെയ്യണത് ഒരു റിസ്ക്കാണ് ശരിക്കും. അതാണ് വിശ്വാസത്തിൽ എടുക്കുന്ന റിസ്ക്കാണത് അവരെടുക്കുന്നത്. പക്ഷേ റിസ്ക് അധിക സമയം എടുക്കേണ്ടി വന്നില്ല. ഒരിക്കലും ഇല്ലാത്ത രീതിയിൽ മാതാവ് ഒരു പുതിയ വാതിൽ തുറന്നു കൊടുക്കും. ബൈബിളിൽ പറയത്തില്ലേ, ഞാനൊരു പുതിയ കാര്യം ചെയ്യുമെന്ന് പറയത്തില്ലേ? ഐസയ്യ 43:19, ഇതാ ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യുന്നു. പറഞ്ഞേ, ഇതാ ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? ഞാൻ വിജന പ്രദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. വാഗ്ദാനമാണത്, പ്രോമിസാണ്, ഉടമ്പടിയുടെ ഭാഗമാണ്. ഉടമ്പടിയുടെ ഒരു നമ്മൾ ആശ്രയം വെക്കുന്ന ക്ലെയിമാണ്. എന്താണ്? 43:19 ഒന്ന് പറഞ്ഞു, ഇതാ ഞാൻ ഒരു പുതിയ കാര്യം ചെയ്യുന്നു. ഇത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? ഞാൻ വിജന പ്രദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. രണ്ടും മനുഷ്യനെ ക്ലേശകരമായ കാര്യമാണ്. എന്താണ്? വിജയപ്രദേശത്ത് 10,000-കണക്കിന് ഏക്കർ സ്ഥലത്ത് ഒരു പാത വെട്ടുക ക്ലേശകരമാണ്. പിന്നെന്താണ്? മരുഭൂമിയിൽ നദികൾ. അപ്പോൾ ജീവിതത്തിൽ ഒട്ടും നടക്കത്തില്ല എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ ദൈവം പുതിയ വഴികൾ, പുതിയ കാര്യങ്ങൾ ചെയ്യും. ഇത് നമ്മളുടെ അവകാശമാണ്. എന്താ കാര്യം? അത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? ഉടമ്പടി ആശ്രയം വെക്കണ എവിടെയാണ്? വാഗ്ദാനങ്ങളിലാണ്. ആ വാഗ്ദാനങ്ങൾ ഒന്നെന്താണ്? ഒരു പുതിയ കാര്യമാണ്. അന്നുവരെ നടക്കാത്തൊരു കാര്യം ഡോക്ടർ ബി സിംസൻ്റെ ജീവിതത്തിൽ നടക്കുന്നത്. വെല്ലൂർ മെഡിക്കൽ കോളേജിൽ MDക്ക് കോൾ ഫോർ ചെയ്യും. അപ്പം നിങ്ങൾ ചോദിക്കും, പണ്ടങ്ങനെ ഇല്ലായിരുന്നോ? പണ്ട് നിയമം, വെല്ലൂർ മെഡിക്കൽ കോളേജിൽ നിയമം എന്ന് പറയണത് മൈനോറിറ്റി കോളേജിൽ 2 കൊല്ലം പഠിപ്പിച്ചവർക്ക് മാത്രമേ MDക്ക് സീറ്റ് കിട്ടത്തുള്ളൂ. അതാണ് നിയമം. അതുകൊണ്ട് ഫ്രഷ് ഹാൻഡ്സ് എല്ലാം പുറത്തു പോകും. പഴയ നിയമം അനുസരിച്ച് മൈനോറിറ്റി കോളേജിൽ 2 കൊല്ലം പഠിപ്പിച്ച് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ ആപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. പെട്ടെന്നാണ് ഈ നിയമം എടുത്ത് മാറിയത്. ഒരു പുതിയ കാര്യം എന്നെ കണ്ടില്ല. നിയമങ്ങൾ മാറ്റിക്കൊണ്ട് മരുഭൂമിയെ നീർച്ചാലായിട്ടും അതുപോലെ തന്നെ വിജനപ്രദേശത്ത് പുതിയ പാതയുമായിട്ടും പുതിയ കാര്യം എന്നത് വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ഇത് ആരുടെ വാഗ്ദാനമാണ്? ഈ വാഗ്ദാനം ആരാ പ്രാപിക്കണത്? ഡോക്ടറിൻ്റെ മദറാണ്. എന്താ പറയണത്? കർത്താവ് ഇപ്പോൾ സംസാരിക്കും, നമ്മൾ വെയിറ്റ് ചെയ്യും. അതായത് എന്താ നമ്മൾ വെയിറ്റ് ചെയ്യുമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഡോക്ടറിൻ്റെ അമ്മ എന്തുകൊണ്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുമെന്ന് പറയണത്? അത് അവർ മുളയെടുക്കണത് അറിയുന്നുണ്ട്. ചോദ്യം കേട്ടില്ലേ? നമ്മൾ 43 എന്താ പറയുക 43:19 എന്താ പറയുക? ഐസയ്യ ഒരു പുതിയ കാര്യം ഞാൻ ചെയ്യാൻ പോകുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? അപ്പോൾ ഡോക്ടറിൻ്റെ അമ്മ അത് കർത്താവ് എന്തോ ചെയ്യാൻ പോകുന്നു എന്നുള്ളത് സെൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഉടമ്പടി എടുത്തിട്ടും ഓരോ കാര്യവും ഭയങ്കര കഷ്ടപ്പെട്ടാണല്ലോ നടക്കണമെന്ന്. ഞാൻ പറഞ്ഞു, ഉടമ്പടി എടുത്തില്ലെങ്കിൽ കഷ്ടപ്പെടാൻ പോലും കർത്താവ് പറയത്തില്ലായിരുന്നു നിന്നോട്. മനസ്സിലായില്ലേ? ആകെ ഉടമ്പടിയാണ്,
അവരുടെ കാര്യം കല്യാണം, മക്കളുണ്ടാകുന്ന കേസ്, വസ്തു വിൽപ്പന, വസ്തു വാങ്ങൽ. ഇപ്പം ചിലർ വന്ന് എന്നോട് ഈ കുറേ നാളൊക്കെ ആയിട്ട് വരുന്നവർക്ക് ഒരു പരിചയം ഉണ്ടാവില്ല അച്ഛനുമായിട്ട്. അപ്പോൾ അവർ ആ അധികാരത്തിൽ ചോദിക്കും, ഉടമ്പടി എടുത്തിട്ടും കുറേ കഷ്ടപ്പെട്ടാണല്ലോ അച്ഛാ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഞാൻ തിരിച്ചു പറയും, ഉടമ്പടി എടുത്തിട്ടും കഷ്ടപ്പെട്ടാണ് കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഉടമ്പടി എടുക്കാതിരുന്നെങ്കിൽ കാര്യങ്ങളേ നടക്കത്തില്ല. പക്ഷേ വേറൊരു വിഷയം ഇതിൻ്റെ അകത്തുണ്ട്. കഷ്ടപ്പെടുമ്പോൾ ഓർക്കണേ, കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ആരാണ് കഷ്ടപ്പെടുന്നത്? അല്ലേ, നിങ്ങളല്ലേ കഷ്ടപ്പെടുന്നത്. ദാറ്റ് മീൻസ് എന്താണ്? മെരിട്ടെന്നല്ല എൻ്റെ അർത്ഥം. ഇത് മെരിറ്റിൽ നിന്ന് ഈ വിഷയം ഈശോ തെറിപ്പിച്ച് കളയുകയാണ്. നോട്ട് ബൈ മെരിറ്റിൽ നിന്ന് കർത്താവ് മാറ്റുകയാണ്. ഇപ്പോൾ ഈ ഡോക്ടറുടെ കേസ് കണ്ട വലിയൊരു മഴയ്ക്കുള്ളിൽ കോൾ ഫോർ ചെയ്തു, പക്ഷേ 2 ദിവസമേ ഉള്ള ആപ്ലിക്കേഷന്. ഇവരറിയണത് 2 ദിവസമാണ് ഉള്ളത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ. അപ്പോൾ ടെൻഷനായില്ലേ? കണ്ട ടെൻഷൻ പിന്നെ അവർ കണ്ടില്ലേ? ഇനിയിപ്പോൾ ഇത് ടെൻഷൻ ഇത് കൂടും കുറച്ച് കഴിയുമ്പോൾ. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ കല്യാണമായാലും സ്ഥലമെടുപ്പായാലും നിങ്ങളുടെ പരീക്ഷ ആയാലും ചിലത് നേരെ സോറി സെറ്റ് ടു ദി ടെൻഷൻ എന്ന് പറഞ്ഞ പോലെ ടെൻഷനിലേക്കാണ് സാധനം പോണത്. അതിൻ്റെ അർത്ഥം അപ്പം തന്നെ നിങ്ങൾക്ക് വിവേചിക്കാൻ കഴിയണം. എന്താണ്? ഇത് മെറിറ്റിലല്ല നടക്കാൻ പോണത്, ഗ്രേസിലാണ്. മെറിറ്റിൽ ഇത് നടക്കുന്നത്, യോഗ്യതയിൽ നടക്കത്തില്ല. ഇത് കർത്താവ് പൂർണ്ണമായിട്ട് വിഷയം ഏറ്റെടുക്കുമ്പോഴാണ് നമ്മളെ ടെൻഷൻ പിടിപ്പിക്കുന്നത്. കാര്യം മാനുഷ്യമായിട്ട് നിൻ്റെ ക്ലെയിം എല്ലാം കട്ട് ചെയ്ത് കളയും. എൻ്റെ കഴിവ് കൊണ്ടാണ്, എൻ്റെ ബുദ്ധി കൊണ്ടാണ്, എൻ്റെ സ്വാധീനം കൊണ്ടാണ്, റെക്കമെൻഡേഷൻ കൊണ്ടാണ്, ആനയാണ് കൂനയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീ കർത്താവിനെ ഇത് മാറ്റത്തില്ലേ? പിശാച് ഒരിക്കലും ദൈവം മഹത്വപ്പെടുന്നത് സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിന്നോട് പറയും, ബന്ധുക്കൾ പറഞ്ഞിട്ടാണ്, ഗവൺമെൻറ് നിയമം മാറ്റിയിട്ടാണ് ആനയുടെ കൂനെന്ന് പറഞ്ഞിട്ട് കർത്താവിൻ്റെ ആ മഹത്വം എടുത്തിട്ട് പണ്ട് മുതലേ ഉള്ളതാണ് പിശാചിന് മഹത്വത്തിൻ്റെ കൈമാറ്റം. മഹത്വത്തിൻ്റെ കൈമാറ്റം എപ്പോഴും നമ്മൾ വിശ്വാസികൾ വളരെ ഇൻ്റലിജൻ്റായിട്ട് നോക്കേണ്ട ഒരു അപകട മേഖലയാണ്. ബെർമൂഡ ആധ്യാത്മിക ലോകത്തുള്ള ഒരു ബെർമൂഡ ട്രയാങ്കിളാണ്. എന്നുവെച്ചാൽ മഹത്വത്തിൻ്റെ കൈമാറ്റം. എന്നുവെച്ചാൽ മഹത്വത്തിൻ്റെ കൈമാറ്റം എന്ന് പറയണത് ദൈവത്തിന് കിട്ടേണ്ട മഹത്വം തന്ത്രപരമായിട്ട് പിശാച് അടിച്ചു മാറ്റുകയോ മനുഷ്യന് അധികാര സ്ഥാനങ്ങളിൽ ചാർത്തി കൊടുക്കുകയോ ചെയ്തിട്ട് നിന്നെ ദൈവത്തിൽ നകറ്റും. ഇതാണ് മഹത്വത്തിൻ്റെ കൈമാറ്റം എന്ന് പറയണത്. പിന്നെ അവരുടെ ബന്ധുക്കളെയൊക്കെ കണ്ട് സംസാരിച്ചതിൻ്റെ ഒരു ഇതിലാണ് അവർ സമ്മതിക്കുകയും ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടെന്ന് ഉള്ളത് വെച്ച് പറയരുത്, അല്ലാതെ നമുക്ക് മുന്നോട്ട് നീങ്ങാമെന്നുള്ളതിൽ വളരെ പ്രാർത്ഥനയുടെ ഒരു ബലം കൊണ്ട് മാത്രമാണ് അവരതിനെ സമ്മതിച്ചത്. അങ്ങനെ ഒരു ഇതുമില്ലാതെ 2 ഹിയറിങ്ങിൽ തന്നെ ഒരു തടസ്സങ്ങളും ഇല്ലാതെ തന്നെ 2019 കോടതിയിൽ നിന്ന് വിവാഹമോചനം കിട്ടി. 2020 തന്നെ സഭാപരമായും കിട്ടി. ആ ഒരു സമയത്തെല്ലാം വളരെ ഒരു വിഷമത്തിലൂടെയായിരുന്നു ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്. എൻ്റെ ബ്രദറിൻ്റെ ജോലി ആ സമയത്ത് നഷ്ടപ്പെട്ടു. പിന്നെ ഈ പ്രശ്നങ്ങളെല്ലാം ആയതുകൊണ്ട് അവന് ഒരു തരത്തിലും നാട്ടിൽ നിൽക്കണമെന്നില്ല, എങ്ങനെയെങ്കിലും വിദേശത്ത് പോയാൽ മതിയെന്നായിരുന്നു. അങ്ങനെ അവൻ്റെ ഒരു ഫ്രണ്ട് വഴി സിംഗപ്പൂർ പോകുന്നതിന് വേണ്ടിയിട്ട് 1,00,000 രൂപ കൊടുത്തു. അത് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പക്ഷേ കുറേ കാലം കഴിഞ്ഞിട്ട് 2-3 മാസങ്ങളൊന്നും കഴിഞ്ഞിട്ടും ആ കൂട്ടുകാരൻ അതിനൊരു പോസിറ്റീവായൊന്നും പറയുന്നുമില്ല. വിസ ഇങ്ങനെ പല ഡേറ്റുകൾ പറഞ്ഞ് ഇങ്ങനെ നീണ്ടു പോകുമായിരുന്നു. ആ ഡിസംബർ മാസത്തിലാണ് ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കാണുന്നത്. അച്ഛൻ ആ സമയത്ത് തന്നെ അച്ഛൻ പറഞ്ഞിരുന്നു, വിദേശത്ത് ഇവൻ പോകത്തില്ല, നാട്ടിൽ തന്നെ ഇവനൊരു ജോലി കിട്ടുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നാട്ടിൽ അവന് ആദ്യം കോയമ്പത്തൂരാണ് കിട്ടിയത്, ടെലികോം കമ്പനി ആയിരുന്നു. അപ്പോൾ ആദ്യം കോയമ്പത്തൂരാണ്. അവൻ ഒരു റെസ്യൂമും കൊടുത്തിട്ടില്ലാത്ത ഒരു കമ്പനിയിൽ തന്നെ അവൻ്റെ പരിചയക്കാരി വഴി ഇങ്ങോട്ട് വിളിച്ച് ആദ്യം കോയമ്പത്തൂർ ജോലി കിട്ടി. പിന്നെ കൊറോണയുടെ സമയത്ത് തിരുവനന്തപുരത്തേക്ക് ഇപ്പോൾ ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അവൻ്റെ ആ ഒരു ആരോഗ്യപരമായ കാര്യങ്ങളുമെല്ലാം ആ സമയത്ത് ബ്ലഡിൻ്റെ കൗണ്ടെല്ലാം എല്ലാ കൗണ്ടുകളും വളരെ അബ്നോർമലായിരുന്നു. ഒരുപാട് ടെസ്റ്റുകൾ നടത്തി, ഈവൻ ബ്ലഡ് ക്യാൻസറിൻ്റെ ടെസ്റ്റ് പോലും നടത്തി. അതിൻ്റെ എല്ലാം സിംറ്റംസ് എല്ലാം അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. പക്ഷേ ടെസ്റ്റുകൾ നടത്തുമ്പം അതെല്ലാം നെഗറ്റീവാണ്. പക്ഷേ ബ്ലഡിൻ്റെ കൗണ്ടെല്ലാം ആ രീതിയിലേക്കാണ് പോകുന്നത്.
അപ്പോഴും ഞങ്ങൾ ഉടമ്പടി തൈലവും തേനും ഒക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും 1 മാസത്തിന് ശേഷം ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. ആ 1 മാസം ഞങ്ങൾ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും തേൻ കഴിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഒരു ദിവസം 33 തവണ ചൊല്ലി എൻ്റെ അമ്മ പ്രാർത്ഥിക്കുമായിരുന്നു. 1 മാസം കഴിഞ്ഞ് ഞങ്ങൾ ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു കുഴപ്പവുമില്ല, എല്ലാ കൗണ്ടുകളും നോർമലായി. വൈറ്റമിൻ B12 എന്ന് പറയുന്നത് ഒരു നോർമലായിട്ടുള്ളൊരു മനുഷ്യന് 300 പാടുള്ളൂ, 300-400 ആ റേഞ്ച് പാടുള്ളൂ. അവന് 1000-ന് മുകളിലായങ്ങാണ്ടായിരുന്നു. അത് 1 മാസം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്തപ്പോൾ 310 ഇതെല്ലാം മാതാവിൻ്റെ ഈശോയുടെ അനുഗ്രഹം കൊണ്ടാണെന്ന് ഞങ്ങൾ ഉറപ്പായിട്ടും വിശ്വസിക്കുകയാണ്. എൻ്റെ ഫാദറിന് പോസ്ട്രേറ്റ് വീക്കം ഉണ്ടായിട്ട് ഡോക്ടർ ബയോപ്സി ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. ആ സമയത്ത് ഞങ്ങൾ ഇവിടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ബയോപ്സിയിൽ റിസൾട്ട് നെഗറ്റീവ് ആയിരിക്കണമെന്ന് പ്രാർത്ഥിച്ചിരുന്നു. അതും മാതാവ് നെഗറ്റീവാക്കി ഞങ്ങളെ അനുഗ്രഹിച്ചു. 18 മുതൽ തുടർച്ചയായിട്ട് കൊറോണയുടെ മാർച്ച് മാസം 2020 വരെ ഞാനിവിടെ വരുമായിരുന്നു. ഞാനൊരു ടീച്ചറാണ്. ഞാനിവിടെ ലീവ് എടുത്ത് വരുമ്പം കൂട്ടുകാരെല്ലാം കളിയാക്കുമായിരുന്നു. പക്ഷേ ആ കളിയാക്കിയവർ തന്നെ എന്നോടിപ്പം ഇങ്ങോട്ട് ചോദിച്ച് ടീച്ചർ എന്ത് പ്രാർത്ഥനയാണ് ചൊല്ലുന്നതെന്ന് എന്നോട് ചോദിച്ച് ആ പ്രാർത്ഥനകൾ ചൊല്ലുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന. ഒരുപാട് തടസ്സങ്ങൾ എല്ലാവരും എന്നോട്, എൻ്റെ കൂടെ ജോലി ചെയ്യുന്നൊരു അധ്യാപകന് കഴിഞ്ഞ സെപ്റ്റംബർ കൊണ്ട് ലീവ് വേക്കൻസി തീരേണ്ടതായിരുന്നു. ആ ഒരു സമയത്ത് പുതിയ അപ്പോയിൻമെൻറ്റ് നടത്തുന്നതിനെ പറ്റി ഗവൺമെൻറ് ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ ആ ഒരു ഓഗസ്റ്റ് മാസം കഴിഞ്ഞപ്പോഴത്തേക്കിന് സെപ്റ്റംബർ 15-നുള്ളിൽ തന്നെ ലിസ്റ്റിലുള്ള എല്ലാവരെയും നിയമിക്കാനും ആ സാറിന് പെർമനൻ്റായിട്ട് ജോലി കിട്ടാനും കാരണമായി. പുള്ളിയുടെ വൈഫിനും ജോലി കിട്ടി. ഇപ്പം എന്നോട് എവിടെ വരണം, ഉടമ്പടി എടുക്കുന്ന എങ്ങനെയാണെന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു എല്ലാവരും തന്നെ എന്നെ കളിയാക്കിയിരുന്നവരൊക്കെ ഇപ്പം തന്നെ എന്നോട് ചോദിച്ച് ഈ പ്രാർത്ഥനകൾ ചൊല്ലാൻ തുടങ്ങിയിട്ടുണ്ട്. അതും മാതാവിൻ്റെ, ഞാൻ വഴി മാതാവിനെ മറ്റുള്ളവരെ അറിയാനായിട്ട് ഇടയായതിൽ ഞാൻ സന്തോഷിക്കുന്നു. എൻ്റെ പേര് ജിനിമോള്. ഞാൻ പിറവത്തുനിന്ന് ആണ് വരുന്നത്. ഇപ്പോൾ താമസിക്കുന്നത് വൈക്കത്താണ്. ഞങ്ങൾ റെൻ്റ് വീടാണ് താമസിക്കുന്നത്. എനിക്ക് 3 സാക്ഷ്യമാണ് പറയാനുള്ളത്. 2 ഞാൻ എൻ്റെ ഉടമ്പടിയിൽ വെച്ചതും 1 ഞാൻ ഉടമ്പടിയിൽ വയ്ക്കാത്തതുമായൊരു നിയോഗമാണ്. ഒന്നാമത്തത്, ഞങ്ങൾക്കൊരു ഭവനം ഉണ്ടായിരുന്നില്ല, സ്ഥലവും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചിരുന്നു, ഉടമ്പടി വെച്ചായിരുന്നു. ഞങ്ങൾക്കൊരു സ്ഥലം വാങ്ങിച്ച്, ഒരു 5 സെൻറ്റാണേലും ഒരു സ്ഥലം വാങ്ങിച്ച് ഒരു ഭവനം വെച്ച് ആ വീട്ടിൽ താമസിക്കണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ 2 മാസം മുമ്പ് എനിക്ക് സ്ഥലം വാങ്ങി ആധാരം ചെയ്യാനായിട്ട് സാധിച്ചു. ഭവനത്തിൻ്റെ പണി തുടങ്ങിയിട്ടില്ല. അമ്മ അത് എനിക്ക് സാധിച്ചു തരുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. പിന്നെ 2ാമത്തത് എൻ്റെ നിയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ കുഞ്ഞിന് ഒരു 4 വയസ്സ് ഒക്കെ ആയപ്പോൾ തൊട്ട് കാലിലൊരു അലർജി രോഗം ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറേ ഡോക്ടേഴ്സിനെ കാണിച്ചു, പീഡിയാട്രീഷ്യൻ മരുന്ന് തന്നു, കുറയും, പിന്നെ വീണ്ടും ആകും. അപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്കിന്നിൻ്റെ ഡോക്ടറെ ഒന്ന് കാണിച്ചു നോക്കാൻ പറഞ്ഞു. സ്കിന്നിൻ്റെ ഡോക്ടറെ ഞാൻ കാണിച്ചു. അപ്പോൾ ഡോക്ടറും കുറേ മരുന്ന് തന്നു. ഞങ്ങൾ കണ്ടിന്യൂസ് മരുന്ന് കഴിക്കും, കുറയും, അത് കഴിഞ്ഞ് വീണ്ടും കൂടും. കൊച്ചിങ്ങനെ കാലിൽ കത്തിയൊക്കെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ചുരണ്ടുമായിരുന്നു, അത്രയ്ക്ക് ചൊറിച്ചിലായിരുന്നു. അപ്പോൾ ഞങ്ങനെ ഒരു 2019 ഞങ്ങൾ വൈക്കത്തേക്ക് താമസം മാറിയപ്പോഴത്തേക്കും, അതിനു മുമ്പ് പിന്നെ അത് കഴിഞ്ഞ് ഇംഗ്ലീഷ് മരുന്ന് കഴിഞ്ഞ് ഞാൻ ആയുർവേദം കഴിച്ചു. അതും ഒരു 2-3 മാസമായിട്ടും കുറയുന്നില്ല, കണ്ടിന്യൂസ് മരുന്ന് കഴിക്കേണ്ട ഒരവസ്ഥ. അപ്പം ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു, ഈ മരുന്നുകളെല്ലാം സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ വൈക്കത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഉടമ്പടി തൈലം വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ പുരട്ടി പ്രാർത്ഥിച്ചു. പിന്നെ ഞാനതിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റില്ല. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ എന്ന് നോക്കി കാലിട്ട് നോക്കിയപ്പോൾ അത് പാടുപോലും ഇല്ലാതെ പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ 3ാമത്തെ എൻ്റെ എന്ന് പറഞ്ഞാൽ, ഞാൻ നിയോഗം വെച്ചിട്ടില്ലാത്തതാണ്. പക്ഷേ ഞാൻ അമ്മയോട്, എൻ്റെ ബ്രദർ ബാംഗ്ലൂർ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ അവൻ അവിടെ ഒരു കന്നഡ സ്ത്രീയോട് കുറേ പൈസ പലിശയ്ക്ക് വാങ്ങിച്ചിരുന്നു. പലപ്പോഴായിട്ട് വാങ്ങിച്ചു. അവൻ പറയുന്നത് കുറേയൊക്കെ തിരിച്ചു കൊടുത്തു എന്നാണ്. പക്ഷേ വീണ്ടും ഇവന് പൈസ ഇവർ അടയ്ക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞപ്പോൾ ഇവൻ്റെ പേരിൽ ഇവർ കേസ് കൊടുത്തു.
അവൻ അവിടെ നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ അവൻ അവിടുന്ന് തന്നെ രാത്രിയിൽ ആ സ്ഥലത്ത് ബാംഗ്ലൂരിൽ നിന്ന് തന്നെ പോകുന്ന മധ്യപ്രദേശിൽ പോയി അവിടെ അവൻ്റെ ഒരു കൂട്ടുകാരൻ മുഖേന ജോലി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇവനെ കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ കേസൊക്കെ കൊടുത്തു. ഇവനുമായിട്ട് യാതൊരു കോണ്ടാക്ട്സും ഇല്ല, ഇവൻ്റെ നമ്പറും ഇല്ല. ഇവൻ നമ്പറെല്ലാം മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മച്ചിയുടെ നമ്പർ ഇവൻ്റെ പഴയ നമ്പറിൽ നിന്ന് ഇവർ ഫോൺ ഹിസ്റ്ററി എല്ലാം എടുത്ത് അമ്മച്ചിയുടെ നമ്പറിലേക്ക് അമ്മച്ചിയുടെ കോൾസുകളെല്ലാം ഇവർ റെക്കോർഡ് ചെയ്യുകയാണ്. കേരളത്തിലുള്ള എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്ക് ഇവർ കേസ് കൊടുത്തു. ഞങ്ങൾക്ക് സ്വൈര്യമില്ലാത്ത ഒരവസ്ഥയിലേക്കായി. അപ്പോൾ ഇവനെ ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചാൽ അവൻ ഇങ്ങോട്ട് വിളിച്ചാലും ഇവർ കോളെല്ലാം റെക്കോർഡ് ചെയ്യുകയാണ്. അപ്പം ഞങ്ങൾ ഇവനെ ലാസ്റ്റ് വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇങ്ങോട്ട് വിളിക്കണ്ട, ഞങ്ങൾ അങ്ങോട്ടും വിളിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ ഒരു പ്രാവശ്യം വിളിച്ച നമ്പർ ഇവരെങ്ങനെയോ കണ്ടുപിടിച്ച് ഇവർ ഡയറക്റ്റ് വിളിച്ചു. പക്ഷേ ഇവൻ പെട്ടെന്ന് തന്നെ കോൾ കട്ട് ചെയ്തു. അപ്പം ഞങ്ങൾ പറഞ്ഞു, കേസ് കൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല, പോലീസുകാർ വിളിക്കുന്നു, അഡ്വക്കേറ്റ് വിളിക്കുന്നു, ബാംഗ്ലൂരിൽ നിന്ന് പലരായിട്ട് വിളിക്കുന്നു, ഞങ്ങൾക്ക് പരിചയമില്ലാത്ത ലാംഗ്വേജസിൽ നിന്നൊക്കെയാണ് ഇവർ വിളിച്ച് നമ്മളെ ഭീഷണിപ്പെടുത്തുന്നത്. ലാസ്റ്റ് ഞാൻ കോൾ എടുത്തിട്ട് പറഞ്ഞു, മേലിൽ ഞങ്ങൾ 2 സ്ത്രീകളാണ് ഇവിടെ താമസിക്കുന്നത്, ഞങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കേസ് കൊടുക്കുമെന്ന് ഇവരോടൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങളെ വിളിക്കാതെയായി. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇവനെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവൻ നാട്ടിലേക്ക് വന്നു. നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞു, എന്തായാലും ഇനി ഒരു അഡ്വക്കേറ്റ് മുഖേന ബാംഗ്ലൂർ ചെന്നിട്ട് ഒരു അഡ്വക്കേറ്റ് മുഖേന ഇവരോട് സംസാരിച്ച് സെറ്റിൽമെൻറ്റ് ചെയ്യാമെന്നുള്ളൊരു രീതിയിലേക്കായി. 6 ലക്ഷത്തിനാണ് കേസ് കൊടുത്തിരുന്നത്. അപ്പോൾ ഇവൻ പോകാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ മനസ്സ് ആകെ വിഷമിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ആ ടൈമിൽ ഉടമ്പടി എടുത്ത സമയമായിരുന്നു. ഞാൻ ഇവൻ്റെ കയ്യിൽ എൻ്റെ ഉടമ്പടി കാശുരൂപം കൃപാസനത്തിൽ ഒരു പത്രവും ഞാൻ കൊടുത്തിട്ട് പറഞ്ഞു, നീ സമാധാനമായിട്ട് പോ, അമ്മ എന്തെങ്കിലും ഒരു മാർഗം നിനക്ക് കാണിച്ചു തരും എന്ന് പറഞ്ഞു. ഇവൻ ഇതുമായിട്ടാണ് ഇവിടുന്ന് പോയത്. അവിടെ ചെന്ന് ഇവരെ കാണാനിരുന്ന അഡ്വക്കേറ്റും ഈ ഒരു കന്നഡ സ്ത്രീയുടെ ആൾ തന്നെയായിരുന്നു. അപ്പോൾ പിന്നെ അവർക്ക് പേടിയായി. അപ്പോൾ ഇവൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, നമുക്ക് ഫോൺ വഴി ഒന്ന് വിളിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞു.